ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പച്ചമാങ്ങ വെച്ചിട്ടുള്ള 3 തരം കറികൾ തയ്യാറാക്കുന്ന വീഡിയോ ആണ്, കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങയുടെ ഒരു സീസണാണ്. അപ്പോൾ ഇതിപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ് മാങ്ങ. അപ്പോൾ അതിൽ പച്ചമാങ്ങ വെച്ചിട്ടുണ്ടാക്കുന്ന 3 കറികൾ. മാങ്ങ അരച്ച് കലക്കിയ കറിയാണ് ഒന്ന്, രണ്ടാമത് ചെയ്യുന്നത് പച്ചമാങ്ങ കൊണ്ടുള്ള രസം, മൂന്നാമത് ചെയ്യുന്നത് അങ്കമാലി മാങ്ങാക്കറി. അതിൽ ഇത് 3 വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസുകൾ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടാവുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് കേട്ടോ ഉള്ളതൊക്കെ. അപ്പോൾ അതിൽ വളരെ ഒരു 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന 3 തരം കറികൾ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നതും എന്നാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറികളാണ് നമ്മൾ ഉണ്ടാക്കുക. ഈ 3 കറികളുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഈ കറി ഉണ്ടെങ്കിൽ നോൺ വെജിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 ചെറിയ പച്ചമാങ്ങയാണ്. വലിയ മാങ്ങയാണെങ്കിൽ 1 എടുത്താൽ മതി. അപ്പോൾ നല്ല പുളിയുള്ള 2 മാങ്ങ എടുത്ത് നമ്മൾ തോല് കളയാണ്. തോല് കളഞ്ഞ് കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്ത പച്ചമാങ്ങയിൽ 2 പച്ചമുളക്, എരിവുള്ള 2 പച്ചമുളകും മിക്സിയിലെ ജാറിലോട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം 2 പിടി തേങ്ങ ചിരവിലൂടെ ആ ജാറിലോട്ടിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കുക. ഈ അരപ്പ് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റുന്നു. എന്നിട്ട് അതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് ഒന്ന് ചുരുക്കിയെടുക്കുക. ശ്രദ്ധിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം വേണം എടുക്കാൻ. കാരണം നമ്മൾ ഈ ഒരു അരപ്പിന് അടുപ്പത്ത് വെച്ച് ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് ഇതിലോട്ട് ഉപ്പിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ശേഷം അതിലോട്ട് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. പുളി കുറവുള്ള തൈരാണ് ആഡ് ചെയ്തത് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ കറി വേണ്ടത് കേട്ടോ. ദെൻ നമ്മൾ ഇതിലോട്ട് വറവിട്ടൊഴിക്കാൻ പോവുകയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയിലോട്ട് 1/2 സ്പൂണ് കടുക്, 1/4 സ്പൂണ് ഉലുവ ആഡ് ചെയ്യുക. അത് പൊട്ടിയ ശേഷം കറിവേപ്പില, 2 ഉണക്കമുളക് ഇട്ട് അത് നമുക്ക് നമ്മുടെ കറിയിലോട്ട് ആഡ് ചെയ്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സോ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യാം. ഈ ഒരു കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കറി ഇരിക്കും തോറും ടേസ്റ്റ് കൂടി വരിക ചെയ്യുക കേട്ടോ. ഓക്കെ, അങ്കമാലി മാങ്ങാക്കറി എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളം അങ്കമാലി ഭാഗത്തൊക്കെ കല്യാണ തലേന്നൊക്കെ സെർവ് ചെയ്യുന്ന ഒരു അടിപൊളി കറിയാണ്. 2 പുളിയുള്ള മാങ്ങ അരിഞ്ഞെടുത്ത് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വിനാഗിരി അഥവാ സുർക്ക അതും കൂടെ ആഡ് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വെക്കുക കേട്ടോ. കുറച്ച് സമയത്തേക്ക് അതൊന്ന് അങ്ങനെ ഇരിക്കണം. ശേഷം നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിലോട്ടായിട്ട് സവാള നീളത്തിലരിഞ്ഞ്, ഇഞ്ചി, 2 പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യാം. കൈ എരിവ് വരുന്നവർക്ക് ഗ്ലൗസ് യൂസ് ചെയ്യാം. ശേഷം നമ്മൾ തേങ്ങയുടെ 1/4 പാൽ എടുക്കുകയാണ്. അതൊരു 1/2 കപ്പ് 1/4 പാൽ
ദെൻ രണ്ടാം പാല് ഒരു 1.5 കപ്പ് രണ്ടാം പാല്. നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സിലോട്ട് മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1 സ്പൂണ്, അതേ അളവിൽ 1 സ്പൂണ് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. സോ ഇതാണ് നമ്മുടെ 1/2 കപ്പ് ഒന്നാം പാല്, 1.5 കപ്പ് രണ്ടാം പാല്. ഇത് നമ്മളെ കറിയിലോട്ട് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ മിക്സിലോട്ട് നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നത് നമ്മുടെ 1.5 കപ്പ് രണ്ടാം പാല് ആഡ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കറിയിലോട്ട്. ാണ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുന്നത്. ഇതുവരെ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഈ മിശ്രിതം നേരത്തെ തയ്യാറാക്കി വെച്ച മിശ്രിതം ഇതിലോട്ട് ആഡ് ചെയ്യാണ്. ഈ രണ്ടാം പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് മിക്സ് ചെയ്യാൻ ആഡ് ചെയ്യാണ്. ആ വിനെഗറിൻ്റെ ലായനി അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. മാങ്ങായിട്ട് മൂടി വെച്ചിട്ട് ഒന്നുകൂടെ തിളപ്പിക്കാം. ഒക്കെ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഈ മാങ്ങക്ക് അധികം വേവൊന്നുമില്ല കേട്ടോ, ചെറിയ വേവുള്ളൂ. ഒന്ന് തിളച്ചെടുത്താൽ തന്നെ മാങ്ങ വെന്തിട്ടും. ഇനി നമ്മൾ ഒന്നാം പാൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഒന്നാം പാൽ ആഡ് ചെയ്തിട്ട് കറി ഒന്ന് ചൂടായാൽ മതി കേട്ടോ. പിന്നെ അങ്ങനെ തിളച്ച് വരേണ്ട ആവശ്യമില്ല. കറി ഒന്ന് ചൂടാവേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം കേട്ടോ. അത് നിർബന്ധമാണ്. അടുപ്പിൽ തന്നെ വെച്ചാൽ ഈ കറി തിളച്ചിരിക്കും. ചട്ടി പുറത്തോട്ട് വെച്ചാൽ ചൂട് മാറുള്ളൂ. നമ്മൾ അല്ലാത്ത പാത്രത്തിലാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ചട്ടിയിലാവുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത്. ചട്ടി ചൂടായി നിൽക്കുന്നുണ്ടാവും കുറേ സമയത്തേക്ക്. ഇനി വറവിടാൻ ചെറിയുള്ളി, ഉണക്കമുളക്, കടുക്, കറിവേപ്പില വെച്ചിട്ട് വറവിട്ടിട്ട് അതിലോട്ട് വയ്ക്കുക. കടുകിട്ടു. ഒരു ബ്രൗണിഷ് കളറായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില, ഉണക്കമുളക് ആഡ് ചെയ്യാം. വറവിട്ട ഉടനെ നമ്മളിത് മൂടി വെക്കുകയാണ്. കുറഞ്ഞ സമയം അങ്ങനെ ഇരുന്ന ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. നമ്മുടെ മൂന്നാമത്തെ കറിയായ പച്ചമാങ്ങ രസത്തിനായിട്ട് നമ്മൾ 2 പുളിയുള്ള പച്ചമാങ്ങ ബോയിൽ ചെയ്തെടുത്തു. ദെൻ നമ്മുടെ ഒരു അരപ്പിലോട്ടായിട്ട് കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളക്, എരിവുള്ള പച്ചമുളക്, ദെൻ പെരുംജീരകം, നമ്മുടെ വലിയ ജീരകം, അതൊരു 1/2 സ്പൂണ് ഇട്ടിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കണം. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ശേഷം വേവിച്ചെടുത്ത 2 പച്ചമാങ്ങയുടെ പൾപ്പ് അത് നമ്മൾ ആ വെള്ളത്തിലോട്ട് തന്നെ ആഡ് ചെയ്യാണ്. മാക്സിമം വരച്ചെടുത്തിട്ട് അതിലോട്ട് ആഡ് ചെയ്തിട്ട് അതൊന്ന് നമ്മളൊന്ന് അരിച്ചെടുക്കാനുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്, മല്ലിയില ചെറുതായി അരിഞ്ഞത്, ചെറിയുള്ളി ആഡ് ചെയ്യുന്നു. ഇത് നമ്മൾ വറവിട്ടൊഴിക്കാനായിട്ട് 2 സ്പൂണ് വെളിച്ചെണ്ണ,
കടുക് 1 സ്പൂണ്, കടുക് പൊട്ടിയ ശേഷം അതിലോട്ടായിട്ട് നമ്മുടെ അരപ്പ് ചേർക്കുന്നു. മിക്സിയിൽ നേരത്തെ അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് അതൊന്ന് വെന്ത് വരുമ്പോൾ നമ്മുടെ 2 ഉണക്കമുളക് കറിവേപ്പില കൂടെ ആഡ് ചെയ്തിട്ട് അത് നമ്മുടെ കറിയിലോട്ട് രസത്തിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ രസം റെഡി. ഇപ്പോൾ നമ്മൾ 3 തരം കറികൾ, പച്ചമാങ്ങ വെച്ചിട്ടുള്ള 3 തരം കറികൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് അറിയിക്കണേ. ഓക്കെ, താങ്ക് യു.